ഇന്നത്തെ ചോദ്യം ഇതാണ്. 8, 4, 2, 6 ഹാഷ്. ഈ സംഖ്യയിൽ ഹാഷിൻ്റെ സ്ഥാനത്ത് ഏത് അക്കം ചേർത്താൽ അത് 3ൻ്റെ ഗുണിതമാകും? അപ്പം ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3 അല്ലെങ്കിൽ 3ൻ്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 3 കൊണ്ട് നിശേഷമായിട്ട് ഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ചോദ്യം 3ൻ്റെ ഗുണിതം ആക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന സംഖ്യകളെ ആഡ് ചെയ്യുക. അതായത് 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് ഈ ഹാഷും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് 3ൻ്റെ ഗുണിതമാണോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. ഓക്കെ ആണേ. ഇപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? 20ൻ്റെ കൂടെ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഹാഷിന് പകരം 9 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 20ൻ്റെ കൂടെ 9 കൂട്ടുവാണെങ്കിൽ 29. ഇനി 20ൻ്റെ കൂടെ എനിക്ക് 2 കൂട്ടുവാണെങ്കിൽ 22. 20ൻ്റെ കൂടെ 3 കൂട്ടുവാണെങ്കിൽ 23. അതേപോലെ 20ൻ്റെ കൂടെ 4 കൂട്ടുവാണെങ്കിൽ 24. ഈ 29 3ൻ്റെ ഗുണിതമാണോ? അല്ല. 22 3ൻ്റെ ഗുണിതമാണോ? അല്ല. 23 3ൻ്റെ ഗുണിതമാണോ? അല്ല. 24 3ൻ്റെ ഗുണിതമാണോ? ആണല്ലേ. 24 3ൻ്റെ ഗുണിതമാണ് അല്ലേ. 8 × 3 24 ആണല്ലേ. അപ്പം ഇവിടെ 4 കൂടി എഴുതിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ 4ൻ്റെ ഗുണിതമായിട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ എത്രയാണ്? 4 ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഈ 8, 4, 2, 6, 4നെ നമുക്ക് 3 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് ഹരിക്കാനും പറ്റും. അപ്പം ഇതെന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാകുകയും ചെയ്യും. ഓക്കെ ആണല്ലോ.